ഫേസ്ബുക്കിലൂടെ പ്രധാനമന്ത്രിയെയും ഭാരതമാതാവിനെയും അപമാനിച്ച സംഭവത്തിൽ ഇസ്രോ ഉദ്യോഗസ്ഥൻ GR പ്രമോദിനെതിരെ കേസെടുക്കാതെ പോലീസ്. പരാതി നൽകി 1 മാസം പിന്നിടുമ്പോഴും കേസെടുക്കാൻ തയ്യാറാകാതെ നിയമോപദേശത്തിന് കാത്തിരിക്കുകയാണ് പോലീസ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫേസ്ബുക്കിലൂടെ വിമർശിച്ചു എന്ന പരാതിയിൽ ISROയിലെ മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്ത തുമ്പ പോലീസാണ് പ്രധാനമന്ത്രിയെ അപമാനിച്ച വിഷയത്തിൽ നിയമോപദേശത്തിന് കാത്തിരിക്കുന്നത്. ISR ഉദ്യോഗസ്ഥനായ GR പ്രമോദിന്റെ ഫേസ്ബുക്ക് പരാമർശങ്ങളുടെ സ്ക്രീൻഷോട്ട് അടക്കം കാണിച്ച് തുമ്പ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. പരാതിയിൽ കേസെടുക്കാത്ത തുമ്പ പോലീസ് നിയമോപദേശത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വിശദീകരണം. എന്നാൽ പിണറായി വിജയനെ ഫേസ്ബുക്കിലൂടെ അപമാനിച്ചു എന്ന പരാതിയിൽ ISROയിലെ മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെ തുമ്പ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. സമാനമായ കേസുകളിൽ പോലീസ് സ്വീകരിക്കുന്ന സമീപനമാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഭാരതമാതാവിനെയും പ്രധാനമന്ത്രിയെയും മോശമായി ചിത്രീകരിച്ചാണ് GR പ്രമോദ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. ഇത് ചൂണ്ടിക്കാട്ടി പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷനും മറ്റു വ്യക്തികളും തുമ്പ പോലീസിൽ പരാതി നൽകി. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഭാരതമാതാവിനെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട VSSC ഉദ്യോഗസ്ഥനായ GR പ്രമോദിനെതിരെ കേരള സംസ്ഥാന പോലീസ് മേധാവിക്ക് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ 30 ജൂണിന് പരാതി നൽകിയിരുന്നു. പ്രസ്തുത പരാതി DGPയുടെ ഓഫീസിൽ നിന്നും 1 ജൂലൈന് തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ആ പരാതി അവിടെ നിന്ന് സൈബർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ജില്ലാ പോലീസ് മേധാവി കൈമാറിയത്. സൈബർ പോലീസ് SHO തുമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് ആ പരാതി ഫോർവേഡ് ചെയ്യുകയാണ് ഉണ്ടായത്. പ്രസ്തുത പരാതിയെപ്പറ്റി ഞങ്ങൾ തുമ്പ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മറുപടി ഈ പരാതി അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ കഴിയുമോ ഇല്ലേ എന്ന നിയമോപദേശത്തിനായി നൽകിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് 1 മാസത്തോളമായി നിയമോപദേശം തേടുകയാണ് തുമ്പ പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നത്. GR പ്രമോദിനെതിരെ പരാതി നൽകിയ ആൾക്കെതിരെയും പ്രതികാര നടപടി തുടരുകയാണ്. പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ നേതാവായ രാജേന്ദ്ര പ്രസാദിനെതിരെ നിരവധി കേസുകളാണ് ഇതിനോടകം തന്നെ ഫയൽ ചെയ്തത്. ഇതിലെ പരാതിക്കാരനായ എനിക്കെതിരെ വ്യാജമായ പരാതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കോൺഫെഡറേഷന്റെ തന്നെ മറ്റ് ജീവനക്കാരെ കൊണ്ട് ഫയൽ ചെയ്യിക്കുകയും അത്തരത്തിൽ മനോവീര്യം തകർത്ത് ഈ പരാതിയിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമവും കൂടി GR പ്രമോദ് എന്ന വ്യക്തിയിൽ നിന്നുണ്ടാകുന്നുണ്ട്. GR പ്രമോദിന്റെ രാജിവരുന്നത് ചൂണ്ടിക്കാട്ടി ISRO ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ തുടക്കത്തിൽ GR പ്രമോദിനെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഡയറക്ടറും സ്വീകരിച്ചത്. തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെ ആദ്യം സ്ഥലം മാറ്റുകയും പിന്നീട് സസ്പെൻഷൻ നൽകുകയും ചെയ്തു. നിലവിൽ പ്രമോദിന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നതായാണ് സൂചന. ജനം, തിരുവനന്തപുരം.